വെൽക്കം ടു ലിസ ബിസിനസ് കേരള. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിൻഡർ ജോയിയുടെ ബിസിനസ് തന്ത്രത്തെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കിൻഡർ ജോയ് കണ്ടിട്ടുണ്ട്, കുട്ടികൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ബിസിനസ് തന്ത്രം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. വീഡിയോ തുടർച്ചയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപേണ ചോദിക്കാവുന്നതാണ്. പല ആൾക്കാരും ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ലിസ ആപ്ലിക്കേഷനിലൂടെ ഇത് മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളെല്ലാവരും ഒരു ചെറിയ ബിസിനസ്സിലൂടെ വരുമാനം ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നവരാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എങ്ങനെ മാർക്കറ്റ് ചെയ്യും, എങ്ങനെയാണ് അത് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ സംശയം ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരും മനസ്സിൽ കഴിവുണ്ടായിട്ടും അല്ലെങ്കിൽ പല ആൾക്കാർക്കും കഴിവുണ്ടായിട്ടും ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും പിൻവലിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം. നമ്മളിന്ന് കാണുന്ന എല്ലാ ബ്രാൻഡഡ് കമ്പനികളും എല്ലാ മൾട്ടിനാഷണൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളും ചെറിയ രീതിയിൽ ചെറിയ തുടക്കത്തിൽ വന്നവർ തന്നെയാണ്. ഉദാഹരണമായിട്ട് ഗൂഗിൾ, നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ, ഇത് കാലിഫോർണിയയിൽ ചെറിയൊരു ഷെഡിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ KFC ചിക്കൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത് എല്ലാം നഷ്ടത്തിലായി, എല്ലാം നശിച്ച് നാറാണക്കലടിച്ചതിന് ശേഷം പുള്ളി 65-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ് KFC, കെൻഡക്കി ചിക്കൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കും ബിസിനസ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഉണ്ട്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ അന്നത്തെ കാലത്തെ ടെക്നോളജികളൊന്നും അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നോളജികൾ നമുക്ക് കൂട്ടണം. AI ടെക്നോളജി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട്. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് വീഡിയോ എടുക്കണമെങ്കിൽ അന്ന് ഒരു ക്യാമറാമാനെ വിളിക്കണമായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രമാത്രം വളർന്നു കഴിഞ്ഞു നമ്മുടെ ടെക്നോളജികൾ, അത്രമാത്രം സൗകര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന സാധ്യതകളും മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള കഴിവിനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല മീൻകറി ഉണ്ടാക്കാൻ അറിയാവുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നല്ല ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെറിയ ചെറിയ സ്നാക്സുകൾ ഉണ്ടാക്കാൻ അറിയാവുന്നവരായിരിക്കും. എന്താണോ നിങ്ങൾക്ക് കഴിവ്, ആ കഴിവിനെ പ്രൊമോട്ട് ചെയ്യുക. ആ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ടെക്നോളജിയെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ലിസ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ അടുത്ത ജനങ്ങളിലേക്ക് എത്തിക്കും. ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യും. അതാണ് ലിസ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഏത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞു, സാഹചര്യങ്ങൾക്കനുസരിച്ച് സാധ്യത മാറും. നമുക്ക് കറി മസാലകളെ നിങ്ങളൊന്ന് എടുത്തു നോക്കും. ആദ്യകാലങ്ങളിൽ അല്ലെ നമ്മുടെ അമ്മമാരുടെ കാലങ്ങളിൽ കറി മസാല ഇല്ലായിരുന്നു. അത് പാക്കറ്റ് ചെയ്ത് ഈസി ആയിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ബ്രാൻഡ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ കറി മസാലകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പം അതിനനുസരിച്ച് സാധ്യതകൾ മാറുന്നതനുസരിച്ച് ബിസിനസ്സിൻ്റെ സാധ്യതയും മാറും. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ബിസിനസ് സാധ്യതകളും മാറും. ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ ആദ്യം മീൻ മേടിച്ചിരുന്നത് ഇലക്കുമ്പിളിലായിരുന്നു. ഇപ്പോൾ അത് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറി. എന്ന് പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സാധ്യതകൾ മാറിക്കൊണ്ടേയിരിക്കും. ആ സാധ്യതകൾ മാറുന്നതനുസരിച്ച് എന്താണ് നമുക്ക് ബിസിനസ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു ബിസിനസ്. അതിലാണ് വിജയം കണ്ടെത്തേണ്ടത്. ഒരുപാട് സാധ്യത നമ്മുടെ ലിസ ആപ്ലിക്കേഷനെ തന്നെ നമുക്ക് എടുത്താം. ലിസ ആപ്ലിക്കേഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വലിയ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ലിസ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങളിലൂടെ തന്നെ മാർക്കറ്റ് ചെയ്യുകയും അതിന് ലാഭവിഹിതം നിങ്ങൾക്ക് തരികയും ആ ലാഭവിഹിതത്തെ മൾട്ടിപ്പിൾ ചെയ്ത്, അതായത് ഈ പറയുന്ന ചെയിൻ പരിപാടിയൊന്നുമല്ല, അതിനെ മൾട്ടിപ്പിൾ ചെയ്ത് നിങ്ങൾക്കൊരു വരുമാനമായിട്ട് തിരിച്ചു തരുന്ന ഒരു സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ മാസം ഒരു വരുമാനമായിട്ട് തിരിച്ചു തരുന്ന ഒരു സംവിധാനത്തിലേക്ക് ലിസ ആപ്ലിക്കേഷൻ വരും. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നതും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. സത്യത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കിൻഡർ ജോയിയുടെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക്, അതായത് സംസാരിച്ച് തുടങ്ങുന്ന
കുട്ടികൾക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് കിൻഡർ ജോയ്. എന്നാൽ ഈ പേര് അവരുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ തലച്ചോറിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതാണ് ആ പേരിന്റെ പ്രത്യേകത. അത് വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഒരു കമ്പനിയെ വെച്ച് അല്ലെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥരെ വെച്ച് റിസർച്ച് ചെയ്ത് ഒക്കെയാണ് ആ ഒരു പേര് കണ്ടെത്തുന്നത്. ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടൊക്കെയാണ് ആ പേര് കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ എല്ലാ രാജ്യത്തും ഈ സാധനം കിട്ടുന്നുണ്ട്. അപ്പം അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താണ് ഒരു പേര് പോലും കണ്ടെത്തുന്നത്. അപ്പോൾ വർത്തമാനം പറയാൻ തുടങ്ങുന്ന ഒരു കുട്ടി മാതാപിതാക്കളോട് കിൻഡർ ജോയ് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് അത് വാങ്ങാൻ തയ്യാറാകും. കാരണം അത്രമാത്രം കുട്ടികളോട് അറ്റാച്ച്മെന്റ് ഉള്ളത്. ആ കിൻഡർ ജോയ്ക്കകത്തൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഒരു മുട്ടത്തോട് പോലത്തെ ഒരു കവറുണ്ട്, അതിനകത്ത് കുറച്ച് പേസ്റ്റ് ഉണ്ട്, 2 ചെറിയ ബോൾ പോലത്തെ മുട്ടായി ഉണ്ട്, ഒരു ചെറിയ കളിപ്പാട്ടമുണ്ട്. കുട്ടികൾ ആഗ്രഹിക്കുന്നത് മുട്ടായി തിന്നാനല്ല, ഈ കളിപ്പാട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞ് വർത്തമാനം പറഞ്ഞതേ ഉള്ളൂ, ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുക്കാനായിട്ട് അവര് മാനസികമായിട്ട് തയ്യാറാവും. അതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം. ഇതിൻ്റെ മൊത്തത്തിലുള്ള മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 13 രൂപയൊക്കെ വരുള്ളൂ എനിക്ക് തോന്നുന്നു. അത് വലിയ ക്വാണ്ടിറ്റിയിലാണ് അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ അത്രയും പോലും വരുവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ആ കിൻഡർ ജോയ് എന്ന് പറയുന്ന ആ മുട്ടായി ചോക്ലേറ്റ് 55 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഇപ്പോൾ നമ്മളത് മാർക്കറ്റിൽ വാങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ആ ഇൻവെസ്റ്റ് ചെയ്ത് ആ പേര് കണ്ടെത്താൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക, അതിൻ്റെ ലാഭം, അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ലാഭം, അഡ്വർടൈസ്മെൻറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ആയാലും ഇവർക്ക് എങ്ങനെ പോയാലും വലിയൊരു ലാഭമാണ് അത് കിട്ടുന്നത്. അത് മാനസികമായിട്ട് ജനങ്ങളെ അത് വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ചേർത്തുകൊണ്ടാണ് കിൻഡർ ജോയ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതും വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. നിങ്ങൾ യാത്ര പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും കരിപ്പെട്ടി വിൽക്കുന്നത്. അത് ഓരോ സ്ഥലത്തും കരിപ്പെട്ടിക്ക് പല പേരുകളാണ് പറയുന്നത്. അതുപോലെ തന്നെ പച്ചമീൻ വിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാവൽപ്പഴം റോഡ് സൈഡിലൊക്കെ മൂന്നാറിനൊക്കെ ടൂർ പോകുമ്പോൾ ഞാവൽപ്പഴം വിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒരു നീളമുള്ള വടിയിൽ പ്ലാസ്റ്റിക് കൂട് കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടിക്കാണിക്കും. അതെന്താണ് നമ്മളവർക്ക് അത് ഈച്ചയെ ഓടിക്കാൻ നിൽക്കുന്നതായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് പലരും. പക്ഷെ അതിങ്ങനെയല്ല, അതൊരു നിശബ്ദമായ മാർക്കറ്റിംഗ് തന്ത്രമാണത്. നമ്മൾ വണ്ടിയിൽ യാത്ര പോകുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു തന്ത്രമാണത്. എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. അത് ഈ പറയുന്ന ആരാധനാലയങ്ങൾക്കുണ്ട്, രാഷ്ട്രീയക്കാർക്കുണ്ട്, എല്ലാ മേഖലയിലും ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഉണ്ട്. ആരാധനാലയത്തിൽ എന്തിനാണ് മാർക്കറ്റിംഗ്? പക്ഷെ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും, ഇന്ന കാര്യങ്ങൾ സാധിക്കും, നിങ്ങളുടെ പ്രതീക്ഷകൾ സാധിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാകും എന്ന് നിങ്ങൾ പോസ്റ്റ് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ? ഇതൊക്കെ മാർക്കറ്റിംഗ് ആണ്. ചില രാഷ്ട്രീയക്കാർ ഇതാ ശരിയാകും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ മാർക്കറ്റിംഗ് ആണ്. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ മാർക്കറ്റിങ്ങിലും നമ്മൾ സത്യത്തിൽ മാർക്കറ്റിങ്ങിലാണ് ജീവിക്കുന്നത്, ബ്രാൻഡിങ്ങിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ചെറിയ രീതിയിൽ നിങ്ങളുടെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ലിസ ആപ്ലിക്കേഷനിൽ അയച്ചു തരിക. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. 2 നമ്പറും വാട്സപ്പിലുണ്ട്. അത് നിങ്ങൾ അയച്ചു തരിക. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഒരു സാമ്പിൾ 100 ഗ്രാമെങ്കിലും ഒരു സാമ്പിൾ നമ്മൾ ചോദിച്ചു വാങ്ങുന്ന നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം നമ്മുടെ ലിസ ആപ്ലിക്കേഷനിലൂടെ കൊടുക്കുന്നത് ഏറ്റവും ശുദ്ധമായ സാധനമാണ്. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമാകും. നിങ്ങൾ വരുമാന മാർഗമാകുന്നതോടുകൂടി മറ്റൊരാളുടെ പ്രോഡക്റ്റുകളും നിങ്ങൾ വാങ്ങാനായിട്ട് തയ്യാറായാൽ നമുക്കൊരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെയോ ബ്രാൻഡഡ് കമ്പനികളുടെ അടിപ്പെട്ട് പോകാതെ
നമ്മൾക്ക് നമ്മുടേതായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കി നമുക്ക് മുമ്പോട്ട് പോകാം. അതിലൂടെ നിങ്ങൾക്കും വരുമാനം കിട്ടും. അത് വാങ്ങുന്നവർക്കും വരുമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ലിസ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസുകൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് പൂർണ്ണമായ രീതിയിൽ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു വരുമാന മാർഗം, സ്ഥിരമായ ഒരു വരുമാന മാർഗം, അതായത് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും സ്ഥിരമായ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, താങ്ക് യു.